സാക്ഷി നിൽക്കും, അവിടെയുള്ള വസ്തുക്കൾ സാക്ഷിക്കും. അതുകൊണ്ടാണല്ലോ വേറെ ഒരാൾക്ക് ശല്യം ഉണ്ടാവില്ല, നിസ്കരിക്കുന്ന ആൾക്കോ ഉറങ്ങുന്ന ആൾക്കോ ഒന്നും ശല്യം ഉണ്ടാവില്ല, ഉള്ളിൽ റിയാഇൻ്റെ പേടിയുമില്ലെങ്കിൽ ഖുർആന് അത്യാവശ്യം ഒച്ചത്തിലോതല അഫ്ളലായ മസ്അല. എന്തുകൊണ്ട്? ചുമരൊക്കെ സാക്ഷിക്കാൻ, കല്ലും മരങ്ങളൊക്കെ സാക്ഷിക്കാൻ. അതാണ് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മോനെ, വിജനമായ സ്ഥലത്താണ് ബാങ്ക് കൊടുക്കുന്നെങ്കിലും ഉറക്കെ തന്നെ കൊടുക്കണം. വല മദറുൻ വല ഹജറുൻ, ഏത് കല്ലും മരവും ബാങ്ക് കൊടുക്കുന്നവർക്ക് സാക്ഷി നിൽക്കും. കണ്ടോ? അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യേണ്ട ഒരു മസല എന്താണെന്ന് അറിയോ? യൂണിറ്റ് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ SYS-നോ SSF-നോ യൂണിറ്റ് ഉണ്ടാക്കിയാൽ അത് മാത്രം മതിയായിട്ട് ദുനിയാവ് ആഖിറ വിജയിക്കാൻ. കാരണം അവിടെ ഉള്ള കല്ലും മരങ്ങൾ, കല്ലുകൊണ്ട് സുന്നി സെൻറ്റർ എടുത്താൽ വേറെ, അതിന് അവിടെ തന്നെ ഓൾറെഡി കല്ലും മരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതുതന്നെ ഇയാളെ സാക്ഷി നിർത്തി, ഇയാൾക്ക് സാക്ഷി നിന്ന് ഇയാൾക്ക് വിജയിക്കാൻ കാരണമാവും. ചില ആൾ പുതിയ യൂണിറ്റ് ഉണ്ടാക്കുകയും ചെയ്യില്ല, ഉണ്ടാക്കാൻ വിടുകയും ചെയ്യില്ല. സാഹിത്യോത്സവത്തിന് ഫസ്റ്റ് കിട്ടണമെന്നാണ് പറയല്ലേ. സാഹിത്യോത്സവിൻ്റെ കപ്പ് ഞാൻ വേണമെങ്കിൽ ഇഷ്ടം പോലെ കൊണ്ടുവരാം നിങ്ങൾക്ക്. പരമാവധി സ്ഥലത്ത് ദീനത്തട്ടെ എന്ന് ആലോചിക്കുന്നതല്ലാതെ യൂണിറ്റുകളൊക്കെ വിശാലമാവണം, വിഭജിക്കേണ്ടടുത്ത് വിഭജിക്കണം. പരമാവധി പ്രവർത്തകരെ നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം. വഴിയെ അതിലേക്ക് ഞാൻ കടന്നു വരാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒന്നാമത്തെ സാക്ഷി സ്ഥലം, അൽ മക്കാൻ, സ്ഥലം. മുസല്ല സാക്ഷിവെക്കും, നിസ്കരിച്ച സ്ഥലം സാക്ഷിവെക്കും. ഫിർഔനിനെ കുറിച്ച് സൂറത്ത് ദുഖാനിലില്ലേ, ഫിർഔനും ടീമും മരിച്ചപ്പോൾ ചങ്ങായി മരിച്ചപ്പോൾ കരയാൻ ഭൂമിയും ആകാശവും ഉണ്ടായില്ല. അതെന്തിനാ പ്രത്യേകിച്ച് പറയണത്? ഫിർഔന് മരിച്ചപ്പോൾ ആകാശവും ഭൂമിയും കരഞ്ഞില്ല. അതെന്തിനാ പ്രത്യേകിച്ച് പറയണത്? എന്തിനാ? മുഅ്മിനീങ്ങൾ മരണപ്പെടുമ്പോൾ അവർ നിസ്കരിച്ച സ്ഥലം 40 ദിവസം കരയും അത്ര. നമ്മളെ ഉമ്മാമ്മമാരൊക്കെ തഹജ്ജുദിന് ളുഹക്ക് മുസല്ലിടുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, കണ്ടോ? അങ്ങനെ ഒരു സ്ഥലം നമുക്കൊക്കെ വീട്ടിൽ പള്ളിയിൽ ഉണ്ടാവുന്നതും നല്ലതാണ്. 40 ദിവസം കരയും. ആകാശം കരയും എന്ന് പറഞ്ഞാൽ അവരുടെ ഇബാദത്ത് കയറിപ്പോകുന്ന ഒരു കൗണ്ടർ ഉണ്ടാവും, ഒരു മസ്അദ് ഉണ്ടാവും, കയറിപ്പോകുന്ന സ്ഥലം. ആ സ്ഥലവും സാക്ഷി നിൽക്കും. അങ്ങനെ സാക്ഷി നിൽക്കുന്ന സ്ഥലങ്ങളും കരയുന്ന സ്ഥലങ്ങളും നമുക്കുണ്ടാവണം. തസ്ബീഹ് മാല സാക്ഷി നിൽക്കും. ഇതിനൊക്കെ വർത്തമാനം പറയാനുള്ള കഴിവുണ്ട്, ശക്തിയുണ്ട്. അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു തസ്ബീഹ് മാല കൊണ്ട് ഇങ്ങനെ തസ്ബീഹ് ചൊല്ലി 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 ഈ ചൊല്ലൽ എവിടത്തേക്ക് എത്തി എന്ന് ചോദിച്ചാൽ, തസ്ബീഹ് മാല, ഈ തസ്ബീഹ് കേട്ടിട്ട് ഈ തസ്ബീഹ് മാലയിലെ മണികൾ തസ്ബീഹ് ചൊല്ലുന്നിടത്തേക്ക് എത്തിയത്ര. സുയൂത്തി ഇമാം തസ്ബീഹ് മാലനെ കുറിച്ച് മാത്രം എഴുതിയ കിതാബിൽ ആ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. കാരണം അതിനൊക്കെ സംസാരിക്കാനുള്ള കഴിവുണ്ട്. ഇതൊക്കെ സംസാരിക്കുന്ന ഒരു കാലം വരും, കാലം വരും. കല്ലുകൾ സാക്ഷിയേക്കും, കല്ലുകൾക്ക് വർത്തമാനം പറയാൻ കഴിയും. ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ വ ഇന്നി ലഅരിഫുഹു അൽആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, സലാം ചൊല്ലുന്ന കല്ലിനെ എനിക്ക് പരിചയമുണ്ട്. കണ്ടോ? കല്ലുകൾ വർത്തമാനം പറയും. സമസ്ത സെഞ്ചുറിയുടെ ഭാഗമായിട്ട് എല്ലാ ഡിവിഷനുകളിലും മുഴുവൻ സെക്ടറുകളിലും ചുമരെഴുത്തിൻ്റെ കാലാണിപ്പോൾ. നാം ചുമരെഴുതിയത് ആ കല്ല് നമുക്ക് വേണ്ടി വർത്തമാനം പറയും ആഖിറത്തിൽ. ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലയ്യ ഖബ്ല അൻ ഉബ്അസ വ ഇന്നി ലഅരിഫുഹു അൽആൻ. കല്ലുകൾ വർത്തമാനം പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ചരൽ കല്ലുകൾ തസ്ബീഹ് ചൊല്ലി. ആ ചരൽ കല്ലുകൾ സിദ്ദീഖ് റളിയല്ലാഹുവിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തു. അതാ ആ കയ്യിൽ നിന്നും തസ്ബീഹ് ചൊല്ലുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിലേക്ക് മാറ്റി. അതാ അവിടുന്ന് തസ്ബീഹ് ചൊല്ലുകയാണ്. നബദം ബിഹി ബഅദ തസ്ബീഹിം ബിബത്നിഹിമാ നബദൽ മുസബ്ബിഹി മിൻ അഹ്ശാഇ മുൽതഖിമി ബുസൂരിമാ ബുർദ. ഇതൊക്കെ സാക്ഷിക്കും. അപ്പം നമ്മുടെ ബെഡും ബെഡ്ഷീറ്റൊക്കെ സാക്ഷിക്കുവാണെങ്കിൽ പിന്നെ എന്തിനാ പിരാന്തിന് നിൽക്കുന്നത്? പിരാന്ത് എന്നല്ല ശരിക്കും പ്രസംഗത്തിൽ പറയേണ്ടത്. ഒരു പ്രസംഗ ഭാഷയൊക്കെ ഒരു മാന്യമായ ഭാഷയിലാണ് പറയേണ്ടത്. ഭ്രാന്ത് എന്നാണ് പറയേണ്ടത്. പക്ഷെ പറഞ്ഞ ഒരു പഞ്ച് കിട്ടൂല. അതുകൊണ്ട് പിരാന്തം തന്നെയാണ് പറയണത് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ബെഡ്ഷീറ്റൊക്കെ നമുക്ക് എതിര് സാക്ഷി എന്നാൽ പിന്നെ എന്തിനാ നമ്മളെ കൊള്ളുക? നമ്മുടെ വസ്ത്രം നമുക്കെതിരാവരുത്, നമ്മുടെ വാച്ച് നമുക്കെതിരാവരുത്, നമ്മുടെ കയ്യിലുള്ള മോതിരം എതിരാവരുത്.
ഈ വസ്തുക്കൾ മുഴുവൻ ഇത് കാണുന്നുണ്ട്. ഇവർ വർത്തമാനം പറയും. ഖുർആനല്ലേ പറയണത്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിൻ്റെ കഥ പറയുന്ന കാലം, അതിനാണ് ഖിയാമത്ത് നാളെന്ന് പറയാം. അതാണ് ഒന്നാമത്തെ സാക്ഷി. പിന്നെ എങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യും? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റൂഹുൽ ബയാൻ ഇസ്മായിൽ ഹഖി അൽ ബറൂസവി റഹിമഹുല്ലാഹ് ചോദിക്കുന്നു, പിന്നെ എങ്ങനെയാ നമ്മൾ തെറ്റ് ചെയ്യുക? പിന്നെ എങ്ങനെയാ നമ്മൾ തെറ്റ് ചെയ്യുക? വാതിലടച്ചിട്ട് എന്ത് കാര്യം? തുറന്നിട്ടിട്ട് എന്ത് കാര്യം? ലൈറ്റ് ഓഫ് ആക്കിയിട്ട് എന്ത് കാര്യം? ഫാൻ ഓഫ് ആക്കിയാൽ എന്ത് കാര്യം? എന്ത് കാര്യം? എന്ത് കാര്യം? അപ്പൊ ഇതൊക്കെ സാക്ഷി വെക്കും. ഇതാണ് ഒന്നാമത്തെ സാക്ഷി. രണ്ടാമത്തെ സാക്ഷിയാണ് അസ്സമാൻ, കാലം സാക്ഷി നിൽക്കും. ഇന്നമാ അന്ത അയ്യാം, നമ്മൾ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് കാലമല്ലേ അല്ലേ? ഒരു ദിവസം നമ്മളിൽ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞു, നമ്മൾ തീർന്നു. കാലം സാക്ഷിയേക്കും. റമളാന് മാത്രമല്ല, എല്ലാ മാസവും എല്ലാ ദിവസവും സാക്ഷി നിൽക്കും. ഇന്നാൽ ഇന്ന സമയത്ത് ഇയാൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് സമയം, കാലം പറയും. വൽ അസ്ർ, കാലത്തെ കാത്തു സൂക്ഷിക്കണം, കാലത്തെ തന്നെ സത്യം, കാലത്തെ പഠിക്കണം, കാലത്തെ വെറുതെ കളയരുത്. സമയം സത്യം ചെയ്യാനുള്ള കാരണം തന്നെ ഈ സൂറത്തിൽ വിജയ പരാജയത്തിൻ്റെ മാനദണ്ഡങ്ങളാ ഈ സൂറത്തിന്റെ പരാമർശ വിഷയം. ഈ സൂറത്തിന് വേറൊരു പേര് തന്നെ സൂറത്തു സാദ എന്നാണ്. വിജയിക്കണമെങ്കിൽ, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഇല്ലല്ലദീന ആമനു മുതലുള്ള 4 അടയാളങ്ങൾ ഉണ്ടാവട്ടെ, ഇല്ലാതിരിക്കട്ടെ, അത് അടുക്കട്ടെ. വൽ അസ്ർ, സമയം വെറുതെ കളയുന്നവനോട് ഈ വഅലിൻ്റെ ഒരു കാര്യവും ഇല്ല എന്നുകൂടി ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് വായിക്കാം. പുതിയ തലമുറയുടെ ഏറ്റവും വലിയ ദുരന്തം എന്താ? സമയത്തിന് വിലയില്ല. സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തുക. എത്ര സമയമായി എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുത്താൽ പിന്നെ സമയം പോയതറിയാത്ത കാലത്താണ് നമ്മൾ ജീവിക്കണം. നമ്മൾ സമയം കളയരുത്. സമയം കളയുക എന്ന രോഗം നമുക്ക് വന്നു തുടങ്ങിയാൽ നമ്മൾ ഏത് തെറ്റിലേക്കും എത്തും. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി, ഒരു മനുഷ്യൻ അനാവശ്യത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ തൗഫീക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു ആത്മീയ സദസ്സിൽ ഒരാളിങ്ങനെ കരയാണ്. ബുർദയുടെ വ്യാഖ്യാനത്തിൽ ചരിത്രം നമുക്ക് വായിക്കാൻ പറ്റും. കരയുന്നയാളെക്കുറിച്ച് വേറൊരാൾ അതേ സദസ്സെന്ന് ചിന്തിച്ചു, ഇയാൾ അള്ളാനെ ഓർത്തിട്ട് കരയുന്നൊന്നല്ല, വേറെന്തോ ആഗ്രഹത്തിൽ കരയാണ് എന്ന് പറഞ്ഞാൽ ആളെ കാണിക്കാൻ വേണ്ടി കരയാണ്. ആ സ്പോട്ടിൽ അള്ളാഹുവിൻ്റെ ഡിസിഷൻ, തീരുമാനം വന്നു. അങ്ങനെ ചിന്തിച്ച ആൾക്ക് എന്നെ ഓർത്ത് കരയാനുള്ള ഒരു കൊല്ലത്തെ, ഒരു വർഷത്തെ തൗഫീക്ക് ഡിലീറ്റഡ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഏത് അവയവം കൊണ്ടാണോ അനാവശ്യം ചെയ്യണത് ആ അവയവം കൊണ്ട് ആവശ്യമുള്ള കാര്യം ചെയ്യാനുള്ള തൗഫീഖ് നഷ്ടപ്പെടും. അന്യ പെണ്ണിനെ നോക്കിയാൽ ഭാര്യയിലെ സൗന്ദര്യമാണ് നമ്മുടെ കണ്ണിന് നഷ്ടപ്പെടുക. അനാവശ്യങ്ങൾ ഏത് അവയവം കൊണ്ടാണോ നമ്മൾ ചെയ്യുന്നത് ആ അവയവത്തിന് തൗഫീഖ് അങ്ങ് നഷ്ടപ്പെടും. തൗഫീഖ് പോയാൽ പിന്നെ എന്ത് മുതലുണ്ടായിട്ട് എന്താ കാര്യം? എന്ത് കാര്യം?